ആ ബസ്സിൽ ഇയാളുടെ ഒരു പടമാണ് എല്ലാ സ്ഥലങ്ങളിലും 3 വശത്തും ഇയാളുടെ പടമാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇത് കണ്ട് കാണുമ്പം കലി വരും. കയ്യിലൊക്കെ ഇട്ട് ഞാൻ സത്യം പറയാമല്ലോ, ദേഷ്യമന്ത്രി കയ്യിലൊക്കെ ഇട്ട് കടിക്കും. കാരണം ഇത് കാണാൻ വയ്യാന്നേ. ലോകത്ത് വേറെ എന്തിനെ വേണോ കാണിച്ചുകൊണ്ടാണ്. ഒരിക്കലും ഞാൻ KSRTC ബസ്സിൻ്റെ പിന്നാലെ പോകരുത് എന്ന് പ്രാർത്ഥിക്കും. കാരണം ബസ്സിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഓവർടേക്ക് ചെയ്യുന്നത് വരെ ഈ മുഖം കണ്ടുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ മുഖത്തെ എത്രമാത്രം വെറുക്കുന്നു എന്ന് ആലോചിക്കണം. ഞാനത് തമാശ പറയുന്നതല്ല, എനിക്ക് ഈ മനുഷ്യനെ കാണുന്നതേ വെറുപ്പാണ്. സത്യം പറയാലോ, കാണുന്നതേ വെറുപ്പാണ്. ബസ്സിൽ ചെന്നിട്ട് 3 സൈഡിലും ഇയാളുടെ പടം ഒട്ടിച്ചിരിക്കുന്നു. ഒന്നാമത് ദൈവമേ ഇത് കാണരുതെന്നും പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അത് അവിടെ ചെല്ലുമ്പോഴത്തേക്കും വെള്ളയമ്പലത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു വലിയ ഫ്ലക്സ് ബോർഡ് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? അല്ല വേറെ എന്തെങ്കിലും നിങ്ങൾ കാണിച്ചു, അത് കുഴപ്പമില്ല, ഒരു കണക്കിന് നല്ലതാണ്. കാരണം ഇത് ഈ പടം കണ്ട് ആൾക്കാർ വിളിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും. എന്തായിരുന്നാലും ഇതിന് മറുപടി കൊടുക്കേണ്ടത് കേരളത്തിലെ ഒരു പകുതിയോളം വരുന്ന സ്ത്രീകളാണ്. ഈ വോട്ട് ചോദിച്ച് വരുന്നവന്മാരെ ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഞാൻ നേരത്തെ പലതവണ പറഞ്ഞിട്ടുള്ളത് പോലെ മീൻ വെള്ളം ഇവന്മാരുടെ മുഖത്തൊഴിക്കുകയോ അല്ലെങ്കിൽ ചാണകം കലക്കി വെച്ച് കുറ്റിച്ചൂല് ചാണകത്തിൽ മുക്കി മുഖത്തടിക്കുകയാണ് ഈ അന്തം കമ്പികളെ ചെയ്യേണ്ടത്. കാരണം ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ കേരളം ഇനി ബാക്കിയില്ല. ഒരു സ്ഥലത്തും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നീതിയില്ല, കോടതികളിൽ നിന്ന് യഥാർത്ഥ സമയത്ത് നമുക്ക് നീതിയും മറ്റും കിട്ടുന്നില്ല, ആശുപത്രികളുടെ കാര്യം അവതാളത്തിലായി. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കൊടുത്തില്ലെങ്കിൽ അടുത്ത തവണ ഒരു തവണ കൂടി അധികാരത്തിൽ വന്നാൽ പിണറായി വിജയൻ്റെ സർക്കാർ ഇവിടെ മദ്യപ്പുഴയൊഴുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് തീരുമാനിച്ച് വോട്ട് ചെയ്യുക.